നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനാവാതെ കേരളം. രാജ്യാന്തര നിക്ഷേപകർ റബ്ബറിൽ ലാഭമെടുപ്പിന് നീക്കം തുടങ്ങി. അവധി വ്യാപാര രംഗത്തെ സാങ്കേതിക ചലനങ്ങൾ ഒരു വിഭാഗം ഇടപാടുകാരെ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിക്കുന്നത് ഉൽപ്പന്ന വിലയിൽ ചാഞ്ചാട്ടം സൃഷ്ടിക്കാം. ജപ്പാനിൽ റബ്ബർ 15 വർഷത്തെ ഉയർന്ന നിരക്കായ കിലോ 413 യെന്നിലേക്ക് കയറി. ഇതോടെ ഓപ്പറേറ്റർമാരുടെ ശ്രദ്ധ പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് തിരിഞ്ഞതിനാൽ നിരക്ക് 408ലേക്ക് താഴ്ന്നു. കനത്ത വേനൽ മൂലം കേരളത്തിൽ നിർത്തിവെച്ച റബ്ബർ ടാപ്പിംഗ് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. മുഖ്യ വിപണികളിൽ 4ാം ഗ്രേഡ് കിലോ 255 രൂപയിൽ വ്യാപാരം നടന്നു. ഇടുക്കിയിൽ നടന്ന 2 ലേലങ്ങളിലായി മൊത്തം 1,16,000 കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കിറങ്ങി. ഉൽപ്പന്നത്തിന് ആഭ്യന്തര വിദേശ വ്യാപാരികളിൽ നിന്നുള്ള ഡിമാൻഡ് അവസരമാക്കി ഉയർന്ന വിലയുടെ നേട്ടം കൈപ്പിടിയിൽ ഒതുക്കാൻ സ്റ്റോക്കിസ്റ്റുകൾ രംഗത്തിറങ്ങി. ബക്രീദ് ഡിമാൻഡ് മുന്നിൽ കണ്ട് കയറ്റുമതി മേഖല വലിപ്പം കൂടിയ ഇനങ്ങളിൽ പിടിമുറുക്കിയതോടെ കിലോ 3,400 രൂപയായി കയറി. ശരാശരി ഇനങ്ങൾ 2,600 രൂപയിൽ കൈമാറി. അതേസമയം ഉൽപ്പാദന മേഖലയിലെ വരണ്ട കാലാവസ്ഥയിൽ ഒട്ടുമിക്ക തോട്ടങ്ങളും വരൾച്ചയുടെ പിടിയിലാണ്. കയറ്റുമതി മേഖലയിൽ നിന്നും നാളികേര ഉൽപ്പന്നങ്ങൾക്ക് അന്വേഷണങ്ങൾ ചുരുങ്ങിയതോടെ കൊപ്ര വിപണി നിയന്ത്രണം ഉൽപ്പാദകരുടെ കൈപ്പിടിയിൽ നിന്നും വഴുതി. നിരക്ക് 13,900ലേക്ക് ഇടിഞ്ഞു. കാങ്കയത്ത് വെളിച്ചെണ്ണ ഡിമാൻഡ് കുറഞ്ഞതിനാൽ കിൻഡലിന് 325 രൂപ താഴ്ന്ന് 20,850 രൂപയായി. സംസ്ഥാനത്തെ വിവിധ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.